ആകാശവാണി കവർത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ലക്ഷദ്വീപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറും വ്ളോഗറുമായ കടമദ്വീപ് സ്വദേശി അലിയുൽ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അലിയുൽ അക്ബർ. ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം ആകാശവാണിയിൽ എത്താൻ പറ്റിയതിൽ. എൻ്റെ പേര് അലിയുൽ അക്ബറാണ്. ഞാൻ ലക്ഷദ്വീപ് ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. കടമത്ത് ദ്വീപുകാരനാണ്. വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും 3 പെങ്ങന്മാരും ഒരനിയനും, ഞങ്ങൾ 5 മക്കളാണ്. പിന്നെ കല്യാണം കഴിച്ചു. എൻ്റെ വൈഫുണ്ട്, ഞാനും വൈഫുമാണ്. പേര് നാസ്നിയ എന്നാണ്. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളില്ലേ, അതായത് നിങ്ങൾ ഈ കാണുന്ന വ്ളോഗിങ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. ഇപ്പോഴാണ് നമ്മുടെ അനിയനും അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ ഈ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കണ്ട് സന്തോഷിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് അതാണ് നമ്മുടെ വിജയം. അലിയുൽ ഷെയ്ഖ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. പേര് യഥാർത്ഥത്തിൽ അലി അക്ബർ ആണോ? അത് അലിയുൽ ഷെയ്ഖിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ പേര് അലിയുൽ അക്ബറാണ്. അലിയുൽ ഷെയ്ഖ് എന്ന് വരാൻ കാരണം, അത് ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ പേര് ചേഞ്ച് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് എന്ന് പറയുന്നത് എൻ്റെ ബാപ്പാൻ്റെ പേരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർ നമ്മളെ കാണാൻ സാധ്യതയുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ആൾക്കാർ അതിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ പേരും കൂടി അതിൽ ഉച്ചരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് എൻ്റെ പേര് അലിയുൽ ഷെയ്ഖായി. എന്നിപ്പോൾ നിങ്ങളിങ്ങനെ ഇവിടെ വിളിച്ചപ്പോൾ അലിയുൽ ഷെയ്ഖ് വിളിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിന്ന് വ്ളോഗറായും മോട്ടിവേഷൻ സ്പീക്കറായും മാറിയത് എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ എൻ്റെ ജോലി, അതായത് ഫയർഫോഴ്സിലോട്ട് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫോട്ടോ എടുക്കുക, ക്യാമറയോട് വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളുണ്ട്. ഒരു നസറുദ്ദീൻ സാറുണ്ട്, മിനിക്കൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു ബ്രദർ തൗഫീഖ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ഫോട്ടോന് അവർ തരുന്നൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് ഫോട്ടോ എടുത്ത് തുടങ്ങി. അതുപോലെ തന്നെ അതൊരു താല്പര്യം കൂടി വന്നപ്പോൾ നമ്മുടെ കടമത്ത് ദ്വീപിൽ അന്ന് തേര ഡിജിറ്റൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നിക്കിലുള്ള MG ഷിഹാബ്, പുള്ളിക്കാരനൊക്കെ അവിടെ ക്യാമറമാൻ. അപ്പോൾ അവരോടൊക്കെ കൂടിയിട്ട് കുറച്ചുകൂടി ക്യാമറ എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റി. പിന്നെ അങ്ങനെ തുടർന്ന് വന്നു. ആ ഒരു ഇതിലിങ്ങനെ പോയി. പിന്നീട് നമ്മൾക്ക് മോട്ടിവേഷൻ സ്പീക്കറായി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ, അതായത് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ തന്നെ, ഇപ്പോൾ നസറുദ്ദീൻ സാറൊക്കെ എപ്പോഴും എടുത്ത് പറയും, നിനക്ക് സംസാരിക്കാനുള്ള എന്തൊരു കഴിവുണ്ട്, ഇത് മുമ്പ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നില്ലേ, അത് എനിക്ക് 2 പേരുണ്ട്. തൗഫീഖ് ആയിക്കോട്ടെ, നസറുദ്ദീൻ ആയിക്കോട്ടെ. ഇവർ പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കിങ്ങനെ ഇന്നിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശരിക്കും അതാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലിയൊരു കാര്യം ഇതിൽ കൂടി വ്യക്തമാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിനക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ നോക്കി സംസാരിച്ച് വന്നിട്ട് പിന്നെ അവസരങ്ങൾ തേടി നടന്നു. ഫൈനലി കുറച്ച് അവസരങ്ങൾ കിട്ടി, കുറച്ച് വേദികൾ കിട്ടി, കുട്ടികളുടെ മുമ്പിൽ പോകാൻ പറ്റി. അങ്ങനെ ആ ഒരു പേരിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പൂർണ്ണമല്ല, വലിയ കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ഇതിലെത്തിച്ചേരുക എന്ന് വെച്ചത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഇതിലെത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ വ്ളോഗിൽ കൂടുതലും നമുക്ക് ഈ ബിത്ര ദ്വീപിനെ നമുക്ക് ഞാൻ ബിത്ര ദ്വീപിൽ പോയിട്ടില്ല കേട്ടോ. എന്നാലും എനിക്ക് ആ ബിത്ര ദ്വീപ് നിങ്ങളുടെ വ്ളോഗ് കണ്ടപ്പം ബിത്ര ദ്വീപിൽ പോയൊരു അനുഭവം കാണാൻ പറ്റി. ബിത്ര ദ്വീപിനെ കുറിച്ച് ഇത്രയും ആത്മബന്ധം ഉണ്ടാകാനുള്ള കാരണം? ബിത്ര ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ജോലിസ്ഥലം മാത്രമായിരുന്നില്ല, അത് ശരിക്കും എൻ്റെ 2ാമത്തെ വീടായി മാറി ലാസ്റ്റ് അവിടെ നിന്ന് പോരുമ്പോൾ. കാരണം അവിടുത്തെ ആളുകൾ എന്നെ ഒരു ഉദ്യോഗസ്ഥനായി മാത്രം കണ്ടില്ല. ഞാനവിടെ പോയപ്പോൾ മുതൽ കുടുംബാംഗമായിട്ട് സ്വീകരിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവരുടെ സ്നേഹമാണ് എന്നെ ബിത്രയുമായി ഏറ്റവും കൂടുതൽ ബന്ധിപ്പിച്ചത്. അതുപോലെ ബിത്രയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ ചെത്തിലാത്ത്. അപ്പോൾ ചെത്തിലാത്തിലേക്കാണോ ട്രാൻസ്ഫറായി പോയിട്ട് ബിത്രയിലേക്ക് പോയത്, അതോ? ഞാൻ ട്രാൻസ്ഫർ ചെത്തിലാത്ത് ദ്വീപിലോട്ടാണ്. ചെത്തിലാത്ത് ദ്വീപിൽ നിന്നാണ് ബിത്രയിലോട്ട് പോകുന്നത്. ഡ്യൂട്ടിയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ചെത്തിലാത്ത് എന്ന് പറയുന്നത് ചെത്തിലാത്ത് ദ്വീപ് വരെ തന്നെയാണ് ബിത്രയിലുള്ളത്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ചെത്തിലാത്ത് ദ്വീപിലത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ലേ ഈ വ്ളോഗ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നിപ്പിച്ചത് ചെത്തിലാത്ത് ദ്വീപിലെത്തിയപ്പോഴാണ്.
ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഒരു എഡിറ്റർ അയാളൊരു സാധനം ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്കാർ ജസ്റ്റ് ഈ വാവ് അല്ലെങ്കിൽ മീൻസ് ആ ഒരു ഫീലിംഗ് മുഖത്ത് നിന്ന് കാണുക, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ അതിങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ട് കാണുമ്പോൾ അല്ലാത്ത സന്തോഷമാണ്. അതിനേക്കാൾ അത് പൈസ കൊടുത്താൽ അത്ര സന്തോഷം കിട്ടില്ല. അപ്പം ഞാൻ ചത്തിലാത്തിലെത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും അത് ഞാൻ ചത്തിലാത്ത് ദ്വീപിലാണ് എത്തിയത്. അവിടെ എത്തിയിട്ട് ഞാൻ എത്തുന്ന ഒരു ഹജ്ജ് പെരുന്നാളിന് ഒരു ദിവസം മുമ്പ് പെരുന്നാൾ വന്നു. പെരുന്നാളത്തെ ഒരു വീഡിയോ എടുത്തിട്ടു. ഞാൻ നോക്കിയപ്പോൾ ചത്തിലാത്ത് ദ്വീപ് മൊത്തം ആൾക്കാർ ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചത്തിലാത്തിൽ കുറച്ച് ദിവസം നിന്നു. ആ സമയത്തൊക്കെ ഇട്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും നമ്മൾ വീണ്ടും ചെയ്യണം എന്ന് തോന്നിപ്പിച്ച, അതായത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിപ്പിച്ച സ്ഥലം ചത്തിലാത്ത് ദ്വീപാണ്. സപ്പോർട്ടും കാര്യങ്ങളും ചത്തിലാത്ത് ദ്വീപ് അത്ഭുതമാണ് കേട്ടോ. ഞാനത് ലാസ്റ്റ് എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാൾക്കൊരു കഴിവുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അത് ഏതറ്റം വരെ അയാളെ കൊണ്ടെത്തിക്കാൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കുന്ന നാട്ടുകാരാണ് ചത്തിലാത്ത് ദ്വീപ്. അതിന് ഒരു ഈഗോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ചുറ്റിൽ നമ്മൾക്കറിയാം, പച്ചയായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഈഗോകളുണ്ട്. മറ്റൊരാൾ വളരുന്നത് ഇയാൾക്ക് കണ്ടുകൂടാ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ സാധനം ഇല്ലാത്ത നാടാണ് ചത്തിലാത്ത്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചത്തിലാത്ത് ബിത്ര എന്ന് പറയുന്നത് അത്രയേറെ കണക്ട് ചെയ്യാൻ നിൽക്കുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയ്ക്കും ആവേശത്തോടെ ചത്തിലാത്ത് ബിത്രയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി ഒരുപാട് ദൂരം എനിക്ക് പോകാനുണ്ട്. എവിടെ എത്തി നിന്നാലും ആഗ്രഹങ്ങളെ പോലെ സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമമാണല്ലോ എൻ്റെ ഒക്കെ ആകെ തുക. എവിടെ എത്തിയാലും ഞാൻ ഈ ചത്തിലാത്ത് ദ്വീപിനെക്കുറിച്ചും ബിത്ര ദ്വീപിനെക്കുറിച്ചും സംസാരിക്കും, ഇതേപോലെ സംസാരിക്കും. ഇന്ന് ഏത് കാര്യങ്ങളാണ് എൻ്റെ നാവിൽ നിന്ന് വന്നത് ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും സംസാരിക്കും. കാരണം നമ്മുടെ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചത് ഇവരാണെന്ന് പറയാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. ബിത്രയിൽ ജീവിച്ച കാലത്ത് മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ ഒരു അനുഭവം പങ്കുവെക്കാമോ? ശരിക്കും പറഞ്ഞാൽ ബിത്രയിൽ ജീവിച്ച കാലം അത്രയും വളരെ നല്ല അനുഭവങ്ങളാണ് മനസ്സിലുള്ളത്. എങ്കിലും അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ ബിത്രയിൽ ഉള്ള ടൈമിൽ ഒരു വർഷം മുമ്പ് എൻ്റെ മാമന് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്തു കവരത്തിയിൽ നിന്ന് കൊച്ചിയിലോട്ട്. അപ്പോൾ ഞാൻ ബിത്ര എനിക്ക് മാമൻ്റെ അടുത്ത് എത്തണം, സീരിയസ് ആയിരുന്നു. അവിടെ നിന്ന് വേറെ ഷിപ്പൊന്നുമില്ല. അവിടെ നിന്ന് രാത്രി അഗത്തി ബോട്ടിൽ പോയിട്ട് അഗത്തിയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു ബോട്ട് വിളിച്ചു, ബോട്ടൊക്കെ റെഡിയായി. രാത്രി ഞാൻ അവിടെ നിന്ന് 11 മണിക്ക് അഗത്തിയിൽ വരുന്നു. അഗത്തിയിൽ നിന്ന് പിറ്റേ ദിവസം അന്ന് രാവിലെ ഫ്ലൈറ്റിൽ പോകുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഈ സംഭവം നാട്ടിൽ അറിഞ്ഞു, ഞാനിങ്ങനെ ബോട്ടിൽ പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞാൻ ജെട്ടിയിലോട്ട് കയറാൻ വേണ്ടി വരുന്നുണ്ട്. ആ ടൈമിൽ ബിത്രയിലത്തെ കുറച്ച് ആൾക്കാർ വന്നു. ആ നടക്കുന്ന ടൈമിൽ ഒരു 3-4 ആൾക്കാർ എന്നെ മീറ്റ് ചെയ്തു ബിത്രയിലത്തെ. എന്തിനാണ് മീറ്റ് ചെയ്യാന്നറിയോ? പെട്ടെന്നാണല്ലോ കൊച്ചിയിലോട്ട് പോകുന്നത്, എനിക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത്തരം രീതിയിൽ, കാരണം എൻ്റെ നാടല്ലല്ലോ അത്. എന്നിട്ട് ആ ഒരു സാഹചര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്നാണ് പോകുന്നത്. കാരണം ബോട്ടിന് അവിടെ നിന്ന് മറ്റേ അകത്തിലോട്ട് 25,000 രൂപയാണ്, പിന്നെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട്, പെട്ടെന്ന് വരുന്ന ചിലവാണ്. പക്ഷേ അതല്ല, നമ്മുടെ ലക്ഷ്യം അങ്ങോട്ട് എത്തുക. പക്ഷേ ആ നാട്ടുകാർ ആ ടൈമിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു ഇത് നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് സെയിം സംഭവമാണ് ആ നാട്ടുകാർ എന്നെ മീറ്റ് ചെയ്തത്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ആൾക്കാരുടെ പേരൊന്നും എടുക്കാൻ പറ്റില്ല, മനസ്സിലെപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയല്ലേ. അതെ, അതാണ് ഞാൻ പറയുന്നത്. മൈ സെക്കൻഡ് ഹോം ബിത്ര എന്ന് പറയുന്നത്. അതിന് വേറൊരു കഥ കൂടി ഉണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിത്രയിൽ ഇപ്പം ഇങ്ങനെ കണക്ഷൻ ആയല്ലോ. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാനുണ്ട് ബിത്രയായിട്ട്, നമ്മുടെ കൂട്ടുകാരെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളും ഇപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കഥയുണ്ട്, ഒരു ചെറിയൊരു സ്റ്റോറി പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 5 കുട്ടികളാണ്. അപ്പോൾ എൻ്റെ ഉമ്മക്ക് ആദ്യം ഒരു ആൺകുട്ടിയായിരുന്നു. ആൺകുട്ടി മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഒരാൺകുട്ടീനെ കിട്ടാതെ ഇങ്ങനെ 2 മൂത്ത പെങ്ങന്മാരാണ്. അപ്പോൾ ഇവർക്കൊരു ആൺകുട്ടീനെ വേണം. അപ്പോൾ നമ്മുടെ പലർക്കും പല വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ബിത്രയിൽ മലിക് മൗല എന്ന സൂഫി മഹാൻ കിടക്കുന്ന മണ്ണാണ്, അവിടുത്തെ കാവലാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ 1987 എൻ്റെ ഉമ്മയും ബാപ്പയും ചത്തിലാത്ത് ദ്വീപിലെത്തുന്നുണ്ട്. എത്തിയിട്ട് ചത്തിലാത്ത് ദ്വീപിൽ പെരുമ്പള്ളി എന്ന് പറയുന്ന വീട്ടിൽ അവിടുത്തുകാരുടെ കൂടെ ബോട്ടിൽ ബിത്രയിലോട്ട് വരുന്നുണ്ട്. ബിത്രയിൽ വന്ന് ഈ മഹാൻ്റെ അടുത്ത് ഈ വിഷമങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് കേട്ടോ, കുട്ടികളില്ലാതെ ആകുന്നവരൊക്കെ അവിടെ നേർച്ചയ്ക്കും വരുന്നുണ്ട്. ഈ കഥയൊക്കെ ഞാൻ പിന്നീട് അറിയുന്നത് കേട്ടോ. വരുന്നുണ്ട് വന്ന് അവിടെ ഒരു മഹാൻ്റെ മുമ്പിൽ ഒരു നേർച്ചയൊക്കെ വെച്ചിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. 1990 ഞാൻ ജനിക്കുന്നത്. ഈ സംഭവം ഞാൻ പിന്നീടാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കണക്ഷൻ ആയിക്കൂടെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു.
അതുപോലെ വിത്രയിലെ ജനങ്ങളിൽ നിന്നും ജീവിതത്തിൽ പഠിച്ച ഒരു പാഠം, ഒരു വലിയ പാഠം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, അതായത് പണത്തിലല്ല കേട്ടോ നമ്മുടെ സന്തോഷങ്ങൾ കിടക്കുന്നത്, ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു കാര്യം. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു അവിടെ നിന്ന്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്ര എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ, അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ നമ്മൾ അനുഭവിച്ച പലതും അവർ അനുഭവിച്ചിട്ടില്ല, നമ്മൾ ആസ്വദിച്ച പലതും അവർ ആസ്വദിച്ചിട്ടില്ല, നമ്മൾ ടേസ്റ്റ് ചെയ്ത പലതും അവർ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും. എന്നിട്ടും കൂടി അവർ വളരെ ഹാപ്പി ആയിട്ട് ആ ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ നമ്മളെയൊക്കെ സ്വീകരിച്ച് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതിൽ പരം വേറൊന്നുമില്ല. ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും, നമ്മൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ആവശ്യമാണ്, പക്ഷേ കറക്റ്റ് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. എങ്കിലും ഇതിനൊന്നും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ നമ്മളെ സന്തോഷിപ്പിച്ച് അവിടെ എത്തുന്ന ഓരോ അതിഥികളെയും സന്തോഷിപ്പിച്ച് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ഇപ്പോൾ ദ്വീപിലെ പച്ചയായ മനുഷ്യരെ കാണെങ്കിൽ അവിടെ പോകണം. തീർച്ചയായിട്ടും പോകണം. അത് ഞാൻ 100% ഉറപ്പിച്ച് പറയും. പച്ചയായ മനുഷ്യരെ കാണണമെങ്കിൽ നിങ്ങൾ ബിത്ര ദ്വീപിൽ പോകണം. ചിലപ്പോൾ ഇതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്, ചിലപ്പോൾ വേറെ കേൾക്കുന്നവർ വേറെ സ്ഥലത്ത് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറയും. പക്ഷേ എനിക്കിതേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ബിത്രയിലെ ജനങ്ങൾ അത്രയ്ക്കും നല്ല ആൾക്കാരാണെന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ബിത്രയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ താങ്കളെ പ്രചോദിപ്പിച്ചത് എന്താണ്? അത് വളരെ മികച്ചൊരു ചോദ്യമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ളത്. എന്തെന്ന് വെച്ചാൽ, ഞാൻ ട്രാൻസ്ഫറായിട്ട് ചത്തലാദ്വീപിലോട്ട് പോകുന്ന 2023 അപ്പോൾ ചത്തലാദ്വീപിൽ നിന്ന് നേരെ ബിത്രയിലോട്ട് പോയി. അപ്പോൾ ട്രാൻസ്ഫറായിട്ട് അങ്ങോട്ട് പോകുന്ന ടൈമിൽ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ്, അതായത് ബിത്ര പോയി കഴിഞ്ഞാൽ ചെറിയ ദ്വീപല്ലേ, ഒന്ന് വെറുതെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ തന്നെ നാട് തീരും, പിന്നെ എനിക്ക് ബോറടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോയപ്പോഴുണ്ട് നമ്മളാദ്യം ആൾക്കാരുടെ സ്നേഹവും ആ ഒരു സംഭവം നമുക്ക് തുടക്കത്തിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ കൂടുതൽ അവരോട് ഇങ്ങനെ ടച്ചായി. പിന്നെ എൻ്റെ മൈൻഡിലുള്ളൊരു ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, ഈ പറയപ്പെടുന്ന സംഗതികൾ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ്യം ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ കൂടുതലായിട്ട് വ്ളോഗിങ് അവിടെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ വന്നിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിത്രയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നപ്പോഴാണ് പലരും എന്നോട് ഈ പറഞ്ഞ ആൾക്കാരെ തിരിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കേൾക്കുന്നതല്ല കേട്ടോ ബിത്ര. ആ സാധനം അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. കാരണം ഇത് അവർ പറഞ്ഞു, അത് അവരുടെ അഭിപ്രായം മാത്രമാണ്, പക്ഷെ അങ്ങനെയല്ല എന്ന് യഥാർത്ഥം കാണിക്കണമല്ലോ. ഞാൻ ഒരിക്കലും വെറുതെ ഫേക്കായിട്ടൊരു കണ്ടൻറ്റിന് വേണ്ടി അവിടെ നിന്ന് വീഡിയോ ചെയ്യില്ല. നാളെ ഈ ആകാശവാണി എൻ്റെ ഇത് പുറത്ത് റിലീസ് ചെയ്യുമ്പോൾ ബിത്രക്കാർ ഇത് കേൾക്കും. അവർ അതിൽ പച്ചയായിട്ട് ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ അവർ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഈ പുറത്ത് പറയുന്ന ബിത്രയുടെ അത് വേറെ അഭിപ്രായങ്ങൾ മാത്രമാണ്, അതല്ല യഥാർത്ഥത്തിലുള്ള ബിത്ര. അത് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്കാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ബിത്രയിലോട്ട് ഒരുപാട് കാണാനുള്ള കവർത്തി ദ്വീപിൽ നിന്ന് ബാക്കിയുള്ള പല ദ്വീപിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ എത്തി തുടങ്ങി. നമ്മൾ വീഡിയോ കണ്ടിട്ട് എത്തുന്നവരുണ്ട്, അല്ലാതെ എത്തുന്നവരുണ്ട്. ആ ഒരു യഥാർത്ഥം നമ്മൾ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അതേപോലെ ഈ വ്ളോഗിലൂടെ നമുക്ക് ബിത്രയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ സാധിച്ചിട്ടുണ്ടായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് പൂർണ്ണമായിട്ടും അല്ല, ഈ വ്ളോഗിലൂടെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ വ്ളോഗിലൂടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചില്ലേ, അപ്പോൾ അവിടെ വരുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വരുന്നവർ നമ്മളിപ്പോൾ ബിത്രയിലെ ഒരു സംഭവം, ഇപ്പോൾ അവിടുത്തെ ഒരു ചരിത്രം പറഞ്ഞു. അവിടെ ആദ്യമായിട്ട് ഒരു മൺസൂൺ താമസിച്ച ഉമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നമ്മൾ അവിടെ ചെയ്തു, ഒരു ചരിത്രം. അത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് അവർ വന്നിട്ട് വരുന്നവർ ബിത്രയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഇവിടെ പറഞ്ഞ് ചരിത്രങ്ങൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മറ്റേ അല്ലൂർ ഷെയ്ഖിട്ട് ആ വീഡിയോയിലൊരു ചരിത്രം പറയുന്നില്ല, മറ്റേ ഒരു കിണർ, ഒരു മത്തലുമ്മ നഗർ, ഇതൊക്കെ അതെവിടെയാണ്, ഇതൊക്കെ അപ്പോൾ കണക്ഷൻ മാറിയില്ലേ. അവർ വന്നിട്ട് ബിത്രയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും ബിത്രയെ കൂടുതൽ അറിയാൻ തുടങ്ങി. അതെനിക്ക് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. നമ്മളങ്ങ് ആഗ്രഹിച്ചത് തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ സ്കൂളിലത്തെ കാര്യങ്ങൾ ഇടുമ്പോഴും ബാക്കിയുള്ള ഇടുമ്പോഴും വരുന്ന ആൾക്കാർ അത് അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ക്യാൻറ്റീൻ ഏതാണ്, ക്യാൻറ്റീൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കാണിച്ച പലതും അവരിങ്ങനെ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ തന്നെ അന്വേഷിച്ച് തുടങ്ങി. അതെനിക്കൊരു മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വ്ളോഗിലൂടെ ഞാൻ അനുഭവിച്ച എല്ലാം ഞാനെന്നല്ല, പക്ഷേ എൻ്റെ എനിക്കറിയാവുന്ന ചില കണക്ഷനുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫറായി കവരത്തിയിലെത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ബിത്രയും കവരത്തിയും തമ്മിൽ താങ്കൾ അനുഭവിച്ച പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ബിത്ര അറിയാമല്ലോ, ബിത്രയിൽ ഒരു ബൈക്കില്ല, വേറെ വാഹനങ്ങളൊന്നുമില്ല. വാഹനങ്ങൾ ഇപ്പോൾ ടില്ലറുണ്ട്, അത് എപ്പോഴെങ്കിലും അല്ലേ ഓടുള്ളൂ.
പിന്നെ നമ്മൾ ഈ സൗണ്ട് ഹോൺ അങ്ങനെയൊന്നും ശബ്ദ മലിനീകരണം ഒന്നും ഇല്ലാത്ത നാടാണ്. അപ്പോൾ ഇത്രയും നേരെ കവർത്തിയിലോട്ടൊക്കെ വരുമ്പോൾ നല്ല തിരക്കുണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറണാകുളം സിറ്റിയാണ്, അതുപോലെ ലക്ഷദ്വീപിലത്തെ ഒരു സിറ്റിയല്ലേ. അപ്പോൾ നമ്മുടെ കവർത്തിയിൽ വരുമ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം നമുക്ക് ആ സൗണ്ടൊന്നും ഇല്ല, സൈലൻറ്റ് ഏരിയയിൽ നിന്ന്. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ബിത്രയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചത്തിലാത്തി എത്തി അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റൊക്കെ എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നി. പിന്നെ പിന്നെ കവർത്തി ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലമാണ്. കവർത്തി നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥലവും ഒരുപാട് നല്ല മനുഷ്യരുള്ള സ്ഥലവും. കവർത്തിയെക്കുറിച്ച് ഞാൻ എന്തായാലും പറയാം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ലക്ഷദ്വീപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറും ബ്ലോഗറുമായ കടമദ്വീപ് സ്വദേശി അലിയിൽ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അലി അക്ബർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.